കുമാറും ശങ്കർ എവിടെയായിരിക്കും? എന്ത് ചെയ്യായിരിക്കും? ആരെ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ. നിർത്തണം. നമ്മുടെ ആളാടാ. മാറാങ്ങോട്ട്. ആളാരെന്നിട്ട് നിങ്ങൾ വെറുതെ. ചേട്ടാ സോറി ചേട്ടാ ആളെ മനസ്സിലാവത്തോണ്ടാ. എടാ നമ്മുടെ ആളാണ്. ചേട്ടാ സോറി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇല്ല ചേട്ടാ, ന്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ. പുതിയ വരുന്നുണ്ട്, അവനെ കൊല്ലണമെന്ന് ന്യൂസ് മാത്രമേ വന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻട്രി ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ പേരായിട്ടാ അതിലുണ്ടായിരുന്നേ. അവസാനം ഇവന്മാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഓടി വന്നതാട്ടാ. പറഞ്ഞതാരാ? അവന്റെ പേരറിയോ? പേരൊന്നും അറിയില്ല ചേട്ടാ, ഫോൺ മാത്രമേ വന്നുള്ളൂ. ശരി, നോക്കാം എന്തായാലും. ശരി ചേട്ടാ. ആരടാ അവൻ? ചേട്ടാ വല്ലാണ്ടിരിക്കുന്നു. വന്നിട്ട് 2 ദിവസമായുള്ളൂ. ഈ ഇരിപ്പ് തന്നെയാ. അവനെ വിളിക്ക്. ശരി ചേട്ടാ. ചേട്ടാ ആ ചേട്ടാ വിളിക്കുന്നു. ഇവിടെ വാ. എന്താടാ എന്ത് കേസിലാ വന്നേ? പെണ്ണുങ്ങടെ കഴുത്തിന്ന് മാല പൊട്ടിച്ചതിനാ. നീ കള്ളനാണോ? അല്ല ചേട്ടാ, അല്ല. പിന്നെ എന്തിനാ മാല എടുത്തേ? ഞാനും എന്റെ ഭാര്യയും ലവ് മാരേജ് ആയിരുന്നു ചേട്ടാ. ശരി. ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ എതിർപ്പായിരുന്നു. ലോക്ക്ഡൌണിൽ ഞാൻ ജോലി ചെയ്ത കമ്പനി പൂട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. റോട്ടിൽ പോണ പെണ്ണുങ്ങളുടെ മാല പൊട്ടിച്ചു ചേട്ടാ. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പോലീസിൽ ഏൽപ്പിച്ചു. ശരി. പിന്നെ മനസ്സിലായത് മുക്കുപണ്ടാന്ന്. വേറെ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് ജയിലാക്കി. ജാമ്യം എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആരുമില്ല ചേട്ടാ, ഞാൻ അനാഥയാ. ഭാര്യ പൂർണ്ണ ഗർഭിണിയാ ചേട്ടാ. ശരി, നിന്റെ അഡ്രസ് കൊണ്ടാ, ഞാൻ ജാമ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാം. വിഷമിക്കണ്ട, നോക്കട്ടോ. ശരി. ഇനിയെങ്കിലും ശ്രദ്ധിക്കാം. ശരി ചേട്ടാ. എടാ, അവൻ ആരാന്നറിയാവോ? അവൻ അനങ്ങി അടിക്കുന്ന ആളല്ല, അനങ്ങാതടിക്കുന്ന ആളാ. വിടരുതവനെ. ചേട്ടാ, അവനെ തീർത്തിട്ട് വിളിക്കാട്ടോ. അല്ല, നീ വന്നിട്ട് എത്ര ദിവസമായിന്നാ പറഞ്ഞേ? 2 ദിവസമായി ചേട്ടാ. ശരി അനിയ. നിന്നെ ഏത് കോടതിയിലാ ഹാജരാക്കിയത്? തിരുനെൽവേലി കോടതി. തിരുനെൽവേലിയോ? കറക്റ്റ്. നിന്റെ കൂടെ ആരെങ്കിലും ഹാജരായിരുന്നോ? അതെ ചേട്ടാ, 2 പേര് വന്നിട്ടുണ്ട്. അല്ല, ഈ ജയിലിൽ നീ അവന്മാരെ കണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട് ചേട്ടാ, നമ്മുടെ ബ്ലോക്കിൽ. അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടേ? ഇന്നലെയും കൂടി കണ്ടാ ചേട്ടാ. അവന്മാരെ എനിക്ക് കാണിച്ചു തരുമോ? കാണിച്ചു തരാം ചേട്ടാ. നാളെ രാവിലെ നീ എനിക്ക് അവന്മാരെ കാണിച്ചു തരണം. ശരി ചേട്ടാ. മനസ്സിലായോ? പറയടാ, എന്റെ കൂട്ടുകാരനെ എന്താ ചെയ്തേ? പറയടാ. എടാ മച്ചാനെ. എന്ത് മച്ചാൻ കിച്ചാന്ന്? പറഞ്ഞ കേക്കില്ലല്ലേ നീ? നിന്നോട് എത്ര തവണ പറഞ്ഞുടാ എവിടെയും പോരെന്ന്? മച്ചാനെ, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഉള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ? മര്യാദക്ക് വീട്ടിൽ പോക്കോ, കൊന്നുകളെ ഞാൻ. ശരി, ഞാൻ നോക്കിക്കോളാം. നീ പേടിക്കണ്ട, നീ ചെല്ല്. എനിക്കൊന്നും പറ്റില്ലടാ. ആവശ്യമില്ലാതെ പുറത്തു വിട്ടത് നിന്റെ നല്ലതിനാ പറയുന്നത്. വീട്ടിൽ പോ. അളിയാ, നിന്റെ സ്നേഹമുള്ളവരെ എനിക്കൊന്നും പറ്റില്ലടാ. നീ പേടിക്കാതെ പൊക്കോ. ചേട്ടാ, പറയുന്നത് കേക്ക്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ല അവര് പറയുന്നത്. പെങ്ങളെ, എനിക്കൊന്നും പറ്റില്ല. നിങ്ങൾ പേടിക്കണ്ട. നിന്റെ ഭർത്താവ് ഉള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ? എനിക്ക് എന്തെങ്കിലും പറ്റിയാ നിന്റെ ഭർത്താവ് വരെ വെറുതെ വിടോ? നിങ്ങളെ എല്ലാവരെയും ഞാൻ നോക്കിക്കോളാം. ആദ്യം ഞാൻ പറയുന്നേക്ക് വീട്ടിൽ പോ നോക്ക്. അളിയ, നീ സന്തോഷമായിട്ട് വീട്ടിൽ പോ. എന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു മരുമകനെ താ പെങ്ങളെ. ബൈ അളിയ. എന്റെ മടിയിലെത്തി വേണം പേരിടാൻ. ഓക്കെ, ബൈ. ചേട്ടന് ഡ്രസ് കൊടുത്തില്ല. അതൊന്നും സാരമില്ല. എവിടെ പോനാ? രാവിലെ വീട്ടിൽ വരുമല്ലോ, അപ്പൊ കൊടുക്കാം. അതുപോലെ എടാ, വിളിക്കടാ ചാരത്തിന്. വരാൻ പറടാ നിന്റെ കൂട്ടുകാരനോട്. പറ്റില്ലടാ, വിളിക്കാൻ പറ്റില്ലടാ. കൂട്ടുകാരനോട് അത്ര സ്നേഹമാ?
നിന്റെ കൂട്ടുകാരനോട് വന്ന് രക്ഷിക്കാൻ പറ. ഡാഡി നിന്നെ അവനുള്ള ധൈര്യത്തിലാണല്ലോ എന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചത്. അടിച്ചു കൊല്ലടാനെ. ഇത് തന്നെ ആയിരിക്കണം അവന്റെ അനുഭവം. മന്ത്രി, അവനെ കിട്ടിയില്ല, അവന്റെ ഫ്രണ്ടിനെ തീർത്തു. എടോ എന്താടോ പറയുന്നേ? റോട്ടിൽ പ്രശ്നമുണ്ടായി വീട് കയറി അടിക്കുന്നവൻ അവനെ തീർക്കാൻ പറഞ്ഞപ്പോ അവന്റെ ഫ്രണ്ടിനെ കൊന്നു പറഞ്ഞ് കൂളായിട്ട് വിളിച്ചു പറയുന്ന എന്തിനാ പ്രശ്നങ്ങൾ വിലക്ക് വാങ്ങുന്ന? അവനെ ഞാൻ ഉറപ്പായിട്ടും തീർക്കും. അവനെ കേസിൽ കുടുക്കി ജയിലിലാക്ക്. എടോ നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യേ. എത്തവണെങ്കിലും കൃത്യമായിട്ട് ചെയ്യേ. എന്റെ പേര് വരാൻ നോക്ക്. ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. എടാ, വസന്ത് മരിച്ചതും അളിയൻ അകത്തു പോയതും എല്ലാം പ്ലാനാടാ. അന്നേ അവൻ പറഞ്ഞതാ ശ്രദ്ധിക്കണമെന്ന്. എന്തേലും ചെയ്തേ പറ്റൂ, ചെയ്യണം. അളിയാ, അവന്മാർ 5 പേരുണ്ട്. 5 പേരെയും പൊക്കണം. ആരായാലും എന്താ? ഞാൻ അകത്ത് പോകുന്നു, അളിയനെ കൊണ്ടുവരുന്നു. അവന്മാർ 5 പേരും പൊക്കണോടാ. ഞാനും വരാം. എന്തേലും പെറ്റി കേസ് അകത്ത് പോവാം. പെറ്റി കേസിന് ഞാൻ പോവാം. നീ ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കോ. എടുക്കടാ, അടിക്കടാ. ഇന്ന് രാത്രി ജയിലിൽ ഇരുന്ന് സംസാരിച്ചതിന് നേരം അതെ നേതാവേ, വേറെ എന്ത് ചെയ്യാനാ? രാവിലെ ഒരുത്തനിട്ട് കൊടുത്തില്ലേ? അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. കുറെ നേരം കൊണ്ട് റിങ് ചെയ്യുന്നു. ഫോൺ ഉണ്ടായിരുന്നു? അതാട്ടോ തന്നെ. ഞാനടാ സംസാരിക്കുന്നേ. പറയടാ. യുദാസ്, ഞാൻ നല്ല കലിപ്പല ഉള്ളേട്ടോ. നിന്നെ കൊല്ലാതെ വിടില്ല. എടാ, നീ ഉള്ളിലാ, ഞാൻ പുറത്തു നിൽക്കുക. ഇവിടെ ഇരുന്ന് നിന്നെ തട്ടും, കാണണോ? വാ 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 വാടാ. ഒച്ച വെക്കണ്ട, ഒരു കാര്യമില്ല. മൊത്തം തീർക്കും ഞാൻ, നോക്കിക്കോ. വെയിറ്റിംഗ്. വാടാ നായിന്റെ മോനെ, വാടാ. ചെന്നൈയിൽ ഗുണ്ടാസിന് അഡ്വൈസർ കൊടുക്കാൻ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വരണം. ഓക്കെ, ഞാൻ സ്കോറിനോട് പറഞ്ഞോളാം. നീ പേടിക്കാനൊന്നുമില്ല. അണ്ണനെയും കൊണ്ട് അവർ ചെന്നൈ വരെ പോയേക്കുവാ. പെട്ടെന്ന് വരും. വന്ന ഉടനെ നിനക്ക് ജാമ്യം റെഡിയാക്കാം. മനസ്സിലായോ? നമസ്കാരം സാർ. ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കാം സാർ. ശരി ശരി, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. രാജകീയമായി തന്നെ തിരിച്ചു വരും. വളരെ നന്ദി സാർ. സത്യം എനിക്കറിയാം. എന്തിനാ കരയുന്നേ? ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക. എന്തിനാണ് ഇങ്ങനെ മോങ്ങുന്നേ? ഞാൻ പറഞ്ഞതല്ലേ എല്ലാം നോക്കിക്കോളാന്ന്. കരയണ്ട. എന്നെ വിശ്വസിച്ച് വന്നവളാ. വയറ്റൊരു കുഞ്ഞുണ്ട്. മനസ്സ് വേദനിക്കുക. എടാ കതിരെ, വിശ്വസിച്ച് കൂടെ നിന്നവനെ നഷ്ടപ്പെട്ടു. വിശ്വസിച്ച് ഇറങ്ങി വന്നവളെ അനാഥമാക്കിയടാ. വയറ്റിൽ കുഞ്ഞുമായിട്ട് നടക്കുന്നവളെ ഒറ്റയ്ക്കാക്കി വന്നതിൻ്റെ വേദന എന്താന്ന് എനിക്ക് മനസ്സിലാവൂടാ. നീ വിഷമിക്കണ്ടടാ.
നീ ചെല്ല്, നീ പോയി കിടക്ക്, നിനക്ക് നാളെ ജാമ്യം കിട്ടും. പോ.